ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി, വന്യ ഗുരുനാഥൻ, ബഹുമാനപ്പെട്ട ഡോക്ടർ എം പി ജോർജ് കോർപ്പിസ്കോപ്പാച്ചൻ, വന്യ കുര്യൻ കോർപ്പിസ്കോപ്പാച്ചൻ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, വന്യ റമ്പാച്ചൻ, ബഹുമാനപ്പെട്ട ശമാശന്മാരെ, സെമിനാരി വിദ്യാർത്ഥികളെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ദൈവത്തിന് മനുഷ്യരോടുള്ള സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് കർത്താവിൻ്റെ മനുഷ്യാവതാരം എന്ന് പറയുന്നത്. ദൈവസ്വരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ളതായ സമത്വം മുറുകെ പിടിക്കാതെ ദാസവേഷം എടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന ദൈവത്തിൻ്റെ സ്നേഹം തൻ്റെ മനുഷ്യാവതാര പ്രവർത്തനത്തിൽ ഉടനീളം നമുക്ക് ദർശിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കും. കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്ന് ദൈവരാജ്യത്തിൻ്റെ അനുഭവം ഇവിടെ സ്ഥാപിക്കുകയും വലിയ ഒരു മാതൃക നമ്മുടെ മുമ്പാകെ വയ്ക്കുകയും ചെയ്തു. കേവലം പഠിപ്പിക്കുക മാത്രമല്ല, ജീവിതാനുഭവങ്ങളിൽ കൂടിയാണ് യേശു തമ്പുരാൻ ശിഷ്യന്മാരെ വഴി നടത്തിയത്. ഭൂമിയുടെ അറ്റത്തോളം അവൻ്റെ സാക്ഷികളാകുവാൻ തക്കവണ്ണം വിവിധമായ ജീവിതാനുഭവങ്ങളിൽ കൂടി കർത്താവ് ശിഷ്യന്മാരെ വഴി നടത്തി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയത്. സാധാരണ ഗുരുക്കന്മാരുടെ കാലുകൾ കഴുകുന്ന പാരമ്പര്യം ഉണ്ട് എങ്കിലും ശിഷ്യന്മാരുടെ പാദങ്ങൾ ഗുരു കഴുകുന്നതായ ഒരനുഭവം അത് ലോകത്ത് മറ്റെങ്ങും കാണുവാൻ സാധിക്കാത്ത അമൂല്യമായ ഒരു മാർഗമാണ്. താഴ്മയുടെ ഒരു വലിയ മാതൃക കർത്താവ് നമ്മുടെ മുമ്പാകെ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും പദ്ധതികളുമെല്ലാം നാം മനസ്സിലാക്കുമ്പോൾ ദൈവത്തെ പോലെ ആകുവാനുള്ളതായ നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ ഏറ്റവും ഒന്നാണ് താഴ്മ ധരിക്കുക എന്നുള്ളത്. ദൈവം മോശയെ വിളിക്കുന്നതായ സമയത്ത് അതിശ്രേഷ്ഠമായ ഒരു നായകനായി ദൗത്യം മോശയെ ഏൽപ്പിക്കുന്ന സമയത്ത് മോശ പറയുന്നു, ഞാൻ വിക്കനായൊരു മനുഷ്യനാണ്, നീ വേറെ ആരെയെങ്കിലും അയക്കണമെന്ന്. മോശയെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ളതായ പ്രധാനപ്പെട്ട കാരണം തന്നെ മോശയുടെ ഈ താഴ്മയാണ്. ഒരു വലിയ പ്രവാചക ദൗത്യം നിർവഹിക്കുവാനായി യെശയ്യാ പ്രവാചകനെ വിളിക്കുന്നതായ സമയത്ത് പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിൻ്റെ മധ്യേ വസിക്കുന്നുവെന്ന്. ഈ പ്രവാചക ദൗത്യം നിർവഹിക്കുവാൻ ദൈവം യെശയ്യാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള കാരണവും അദ്ദേഹത്തിൻ്റെ താഴ്മയാണ്. ആമോസ് പ്രവാചകൻ പറയുന്നു, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ മേയിച്ചു കൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. ദൈവസന്നിധിയിൽ എപ്പോഴും വിനയമുള്ളവരിലാണ് ദൈവം വസിക്കുന്നതും ദൈവിക പദ്ധതികൾ നിറവേറ്റുവാനായി ദൈവം എപ്പോഴും തിരഞ്ഞെടുക്കുന്നതും. യേശു ക്രിസ്തുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഇരിക്കട്ടെ എന്ന് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിക്കുന്നുണ്ട്. എന്താണ് യേശു ക്രിസ്തുവിൻ്റെ ഭാവം? അത് ദാസഭാവമാണ്. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ ദാസിയുടെ പുത്രൻ്റെ ഭാവം ദാസഭാവമാണ്. എലിസബത്തും കന്യകമറിയാമും തമ്മിൽ കണ്ടുമുട്ടുന്നതായ സന്ദർഭത്തിലും വിനയത്തിൻ്റെ മാതൃകകളായ രണ്ട് സ്ത്രീരത്നങ്ങളെയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. വാർദ്ധക്യത്തിൽ ഗർഭിണിയായിരിക്കുന്നു എന്നുള്ളതായ ഒരു ദൈവാനുഗ്രഹവും ഒരു പുരോഹിതൻ്റെ ഭാര്യ എന്ന നിലയിലും ഉന്നതമായ സ്ഥാനമുള്ള എലിസബത്ത് സാധാരണ ഗ്രാമത്തിൽ നിന്ന് വരുന്ന വിവാഹത്തിന് മുമ്പ് ഗർഭിണിയായ ഒരു കന്യകയെ കണ്ടുകൊണ്ട് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ളതായ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന് ലഭിച്ചുവെന്ന്. ഇത് കേൾക്കുമ്പോൾ ആർക്കും അല്പം ഉന്നതമായ ഒരു സ്ഥാനം തനിക്കുണ്ടെന്നുള്ള ബോധ്യമൊക്കെ വരാമെങ്കിലും കന്യകമറിയാമിൻ്റെ പ്രതിവചനം അവൻ തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ദൈവസന്നിധിയിൽ ഇപ്രകാരമുള്ളതായ വിനയം ധരിക്കുന്നവർക്ക് മാത്രമാണ് ദൈവത്തെ ദർശിക്കുവാനും ദൈവികമായ ആ വിശുദ്ധിയിൽ വളരുവാനും സാധിക്കുന്നത്. ശതാധിപനായ മനുഷ്യൻ തൻ്റെ ഭർത്തിനെ സൗഖ്യം വരുത്തുവാനായി യേശു തമ്പുരാൻ്റെ അടുക്കൽ അപേക്ഷിക്കുമ്പോൾ കർത്താവ് പറയുന്ന മറുപടി, ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് നിൻ്റെ ഭർത്തിനെ സൗഖ്യമാക്കുമെന്ന് പറയുമ്പോൾ അവൻ നൽകുന്ന മറുപടി, നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ഭർത്തിന് സൗഖ്യം ലഭിക്കുമെന്നാണ്. സമൂഹത്തിൽ ഉന്നതമായ റോമ ഗവൺമെൻറ്റിന് ഉന്നതനായൊരു ഉദ്യോഗസ്ഥൻ
അനേകം പടയാളികളും സൈന്യവുമൊക്കെ ഉള്ളതായ ഉദ്യോഗസ്ഥൻ, സാധാരണക്കാരനായൊരു മനുഷ്യൻ തെരുവിലൂടെ യേശു തമ്പുരാൻ്റെ സ്നേഹിതന്മാരെന്ന് പറയുന്നത് കള്ളന്മാരും ചുങ്കക്കാരും പാപികളുമൊക്കെയാണ്. സ്വന്തമായൊരു ഭവനമില്ലാതെ സമൂഹം ഭ്രാന്തനെന്നും ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഭൂതങ്ങളെ പുറത്താക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരുവനെ കണ്ടിട്ട് നീ എൻ്റെ പുരയ്ക്കകത്ത് വരാൻ പോലും ഞാൻ യോഗ്യനല്ല എന്നുള്ളതായ അവൻ്റെ വിനയമാണ് ഇസ്രായേൽ കൂടി ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറയുവാൻ കർത്താവ് ഇടയായിത്തീർന്നത്. പ്രിയമുള്ളവരെ, ഈ കാൽകളിൽ ശുശ്രൂഷയിൽ നാം സംബന്ധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ വിനയമുള്ളവരായിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നതും അതുതന്നെയാണ്. മീഖാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിരിക്കാനും നിൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനും അല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? ദൈവസന്നിധിയിൽ വിനയമുള്ളവരായി തീരുക, താഴ്മ ധരിക്കുക എന്നുള്ളത് അതെത്രമാത്രം നമ്മുടെ ജീവിതത്തിന് വലിയ ഒരു ദൃഷ്ടാന്തമാണ് എന്ന് നമ്മുടെ കർത്താവ് തൻ്റെ ജീവിതത്തിൽ കൂടി തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. വലിയവനായ ദൈവം, മോശയ്ക്ക് പോലും പൂർണ്ണമായി കാണുവാൻ സാധിക്കാത്തതായ ദൈവം, അഗ്നിമാന്മാരാരെ നോക്കി വിറച്ചിടുന്നു. അത്ര വലിയവനായ ദൈവം പരിമിതനായി ഒരു കന്യകയുടെ ഉദരത്തിൽ വന്ന് വസിക്കുകയും അവൾ ലോകത്തിനു വേണ്ടി അവനെ പ്രസവിക്കുകയും നമ്മുടെ ഇടയിൽ പാർക്കുകയും ചെയ്ത കർത്താവ് താഴ്മയുടെ ആ ജീവിത മാതൃക നമുക്ക് കാണിച്ചു തരികയും തൻ്റെ ശിഷ്യന്മാരുടെ പാദങ്ങളെ കഴിയതിന് ശേഷം നിങ്ങളും ഇപ്രകാരം ചെയ്യണമെന്ന് നമ്മെ പഠിപ്പിക്കുകയും ചെയ്തു. ഈ ശുശ്രൂഷയിൽ നാം സംബന്ധിക്കുമ്പോൾ മുമ്പ് നടന്നതായ ഒരു സംഭവത്തിലെ ഓർമ്മയോ അനുസ്മരണമൊന്നുമല്ല, മറിച്ച് അതേ സംഭവത്തിലുള്ളതായ ഒരു പങ്കാളിത്തമാണ് ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് സ്വായത്തമാക്കേണ്ടുന്നത്. ഇവിടെ കർത്താവിൻ്റെ പ്രതിനിധിയായി അഭിമന്യ തിരുമനസ്സുകൊണ്ട് കാലുകൾ കഴുകുന്നതായ സമയത്ത് കർത്താവ് നമ്മുടെ കാലുകളെ കഴുകുവാൻ തക്കവണ്ണം എത്രമാത്രം വിനയപ്പെട്ടു എന്നുള്ളതായ ആ ഒരു ബോധ്യം, ആ ഒരു പങ്കാളിത്തത്തിൽ അതിൽ പങ്കാളികളാകുവാനുള്ളതായ ഒരു ഭാഗ്യമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ദൈവസന്നിധിയിൽ ആത്മീയ ജീവിതത്തിൻ്റെ ഫലമെന്ന് പറയുന്നത് വിനയമാണ്. ഒരു വാഴ അത് കൊലച്ചു കഴിയുമ്പോൾ അതിൻ്റെ താനെ കുനിയുന്നു. ഒരു നെല്ല് അത് പാകമാകുന്ന സമയത്ത് അതിൻ്റെ കതിര് താഴേക്ക് കുനിയുന്നു. ഫലം പുറപ്പെടുവിക്കുന്ന അനുഭവം എന്ന് പറയുന്നത് വിനയത്തിൻ്റെ മാതൃകയാണ്. അത് കർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയും ആ മാതൃകയെ പിൻപറ്റുവാനായിട്ട് നമുക്ക് ഇടയായിത്തീരുകയും ചെയ്യണം. ഈ ശുശ്രൂഷ മുഖാന്തരമായി ദൈവത്തിൻ്റെ അളവറ്റ കൃപകളും അനുഗ്രഹങ്ങളും പ്രാപിക്കുവാനും ദൈവസന്നിധി നമ്മെ തന്നെ താഴ്ത്തുവാനും താഴ്മയുടെ മാതൃകയെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അവൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാനും ഉയർപ്പിൻ്റെ സന്തോഷത്തിൽ എത്തിച്ചേരുവാനും നമുക്കെല്ലാവർക്കും ദൈവസംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.